കൊല്ലം സുധിയുടെ മരണശേഷം മൂത്ത മകൻ കിച്ചു എന്നറിയപ്പെടുന്ന രാഹുൽ കൊല്ലത്ത് അച്ഛൻ്റെ അമ്മയ്ക്കും ബന്ധുക്കൾക്കും ഒപ്പമാണ് താമസം. രേണുവും ഇളയ മകൻ റിതിലുമാണ് സന്നദ്ധ സംഘടന നിർമ്മിച്ച കോട്ടയത്തെ സുധിലയത്തിൽ താമസിക്കുന്നത്. പഠനവും മറ്റു കാര്യങ്ങളിലും കൊല്ലത്തായതിനാലാണ് താൻ അച്ഛൻ്റെ ബന്ധുക്കൾക്കൊപ്പം കഴിയുന്നത് എന്നാണ് പലപ്പോഴായി കിച്ചു തന്നെ പറയാറുള്ളത്. സുധിയുടെ ജീവിതത്തിലേക്ക് രേണു വരുന്നതിന് മുമ്പ് കിച്ചുവും ഏറെയും സമയം ചെലവഴിച്ചിരുന്നത് സുധിയുടെ ബന്ധുക്കൾക്കൊപ്പമാണ്. കൊല്ലത്താണ് താമസമെങ്കിലും ഇടയ്ക്ക് അനിയനെ കാണാനായി കിച്ചു കോട്ടയത്ത് വരാറുണ്ട്. കഴിഞ്ഞ ദിവസം അത്തരത്തിൽ കോട്ടയത്ത് എത്തിയതിൻ്റെ വിശേഷങ്ങൾ ബ്ലോഗിലായി കിച്ചു പങ്കുവച്ചിരുന്നു. രേണുവിൻ്റെ മകൻ ഋതുലിനെയും രേണുവിൻ്റെ സഹോദരരുടെ 2 മക്കളെയും കിച്ചുവാണ് അന്നേ ദിവസം സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നത്. വീടിന് സമീപത്ത് തന്നെയാണ് സ്കൂളെങ്കിലും കാറിൽ 3 പേരെയും സ്കൂളിൽ കൊണ്ടുവിടണമെന്ന് ആഗ്രഹം കിച്ചുവിന് ഉണ്ടായിരുന്നു. കിച്ചുവാണ് സ്കൂളിൽ കൊണ്ടുവിടുന്ന അറിഞ്ഞതോടെ ഋതുലിനും സന്തോഷം ഇരട്ടിയായി. ഋതുൽ 1-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇന്നലെയാണ് കോട്ടയത്ത് വന്നത്. ഋതപ്പനെ സ്കൂളിൽ കൊണ്ടുവിടാമെന്ന് കരുതി. വീഡിയോ എടുക്കണമെന്ന് കരുതിയില്ല. പക്ഷേ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുകയാണ്. എല്ലാവരും സ്കൂളിൽ പോകാനായി ഒരുങ്ങി വന്നിട്ടുണ്ട്. എൻ്റെ കാറിലല്ല, അമ്മമ്മയുടെ കാറിലാണ് 3 പേരെ സ്കൂളിൽ കൊണ്ടുവരാൻ പോകുന്നതെന്ന് കിച്ചു പറഞ്ഞു. യാത്രയിലുടനീളം മുൻസീറ്റിരുന്ന സ്കൂളിലെ വിശേഷങ്ങളും കൂട്ടുകാരുമായി നടത്തുന്ന അടിപിടികളെക്കുറിച്ചും ചേട്ടനോട് ഋതുൽ വാചാലനാകുന്നുണ്ടായിരുന്നു. സ്കൂളിൽ എത്തിയപ്പോൾ കിച്ചുവിനോടും തനിക്കൊപ്പം ക്ലാസ്സിൽ വരാൻ ഋതുൽ ആവശ്യപ്പെട്ടു. "കിച്ചു ചേട്ടാ ഇറങ്ങിക്കോളൂ, എല്ലാവർക്കും കാണണ്ടേ" എന്ന ചോദ്യത്തിന് മുന്നിൽ കിച്ചുവും മറുത്തൊന്നും പറയാറായില്ല. ഋതുലിനെ ക്ലാസ്സിൽ കൊണ്ടുവിട്ട ശേഷം അനിയൻ്റെ സഹപാഠികൾക്കൊപ്പം കുശലം ചോദിച്ച് കുറച്ച് സമയം ചിലവഴിച്ച ശേഷമാണ് കിച്ചു മടങ്ങിയത്. 4 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോ അതിവേഗത്തിൽ വൈറലായി എന്ന് മാത്രമല്ല ചർച്ചാവിഷയവുമായി മാറുകയും ചെയ്തു. അതിന് കാരണം ഡ്രൈവിംഗിനിടയിൽ കിച്ചു ഫോൺ ഉപയോഗിച്ചതെന്നതും ഋതുവിനെ സീറ്റ് ബെൽറ്റ് ഇടിപ്പിക്കാതെ മുൻസീറ്റിൽ ഇരുത്തിയത് എന്നതുമായിരുന്നു. സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതാണ് കുട്ടി മുൻസീറ്റിൽ ഇരുന്നത്. മാത്രമല്ല ഡ്രൈവിംഗിനിടയിൽ കിച്ചു ഫോൺ ഉപയോഗിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്തു. ഇതെല്ലാം ആർടിഐ നിയമ ലംഘനത്തിൽ പെടുന്നതാണ്. സീറ്റും വേണ്ട, ബെൽറ്റും വേണ്ട, ലോകം മുഴുവൻ ഇവരുടെ അമ്മയല്ലേ ഇപ്പോൾ ഭരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഇടാതെ ഒരാളും മുന്നിലിരിക്കുന്നത് അതൊന്നും അറിയാൻ പാടില്ലേ കിച്ചു. ചെറിയ കുട്ടിയെ മുൻസീറ്റിലിരുത്തി വാഹനം ഓടിക്കരുത്. ഒരു നിമിഷത്തെ അബദ്ധത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ 3 കുരുന്ന് ജീവങ്ങളാണ് അപകടത്തിലാകുക എന്നിങ്ങനെ വ്ലോഗിൻ വീഡിയോ കിച്ചുവിനെ വിമർശിച്ച് വരുന്ന കമന്റുകൾ. വീടിന് സമീപം തന്നെയാണ് സ്കൂൾ എന്നതുകൊണ്ടും അധികം ദൂരമില്ലാത്തതിനാകും അനിയനെ സീറ്റ് ബെൽറ്റ് ധരിച്ചു വയ്ക്കാത്തത് എന്നതാണ് കിച്ചുവിന് ശ്രദ്ധ പുലർത്താൻ കഴിയാതെ പോയത്. 1,00,000-ന് മുകളിൽ സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലാണ് കിച്ചുവിൻ്റേത്. യൂട്യൂബ് വരുമാനം കൊണ്ട് കിച്ചു അടുത്തിടെ സ്വന്തമായി ഒരു കാർ വാങ്ങിയിരുന്നു. രേണുവിനും സ്വന്തമായി കാറുണ്ടെങ്കിലും സുധിയുടെ മരണശേഷം രേണുവിന് ഡ്രൈവിംഗ് ഭയമാണ്.